എന്താണ് നമ്മുടെ യെസ് ആവിയിൽ ഉണ്ടാക്കുന്ന കുനാഫയാണ്. കുനാഫ പല മോഡലുണ്ട്. ഇതൊരു വെറൈറ്റി കുനാഫയാണ്. അപ്പൊ ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ ഇത് നമ്മളെ പറമ്പിൽ സ്ഥിരമായിട്ട് തേങ്ങടാൻ വരുന്ന സമീറാണ്. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ചധികം ഇളനീര് വെട്ടിടിക്കും. എനിക്ക് ഇളനീര് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെട്ടിച്ചാണ്. ഇത് ഇളനീരിൻ്റെ 2 ഇളനീരാണ് എടുക്കുന്നത്. അതിൻ്റെ വെള്ളം ആദ്യം ഇതിലേക്ക് ഉടച്ചിട്ട് അതിൻ്റെ കാമ്പ് ഇങ്ങനെ നൈസ്, അധികം മൂക്കരുതേ, ഒരു നൈസ് തേങ്ങയുള്ള ആ ഒരു കാമ്പ് എടുക്കുക. അങ്ങനെ 2 ഇളനീര് ഞാൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ അതിൻ്റെ പിന്നെ ചിരട്ടൻ്റെ പീസൊന്നും അതിൽ പെടാതെ ശ്രദ്ധിക്കണം. ഇത് നമുക്കിനി മിക്സിയിൽ അരക്കാനുള്ളതാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ 2 കരിക്ക് ഞാനിതിൽ ഇട്ടിട്ടുണ്ട് ഇളനീര്. ഇനി ഇത് മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് അടിക്കേണ്ട, പഞ്ചസാര ഒന്നും ചേർത്തുന്നില്ല. അപ്പോൾ അടിച്ച് കിട്ടി. ഇത് ഞാൻ അളന്ന് നോക്കണം. 1 കപ്പിന് പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്നുള്ള ഇലക്കാണ് ഇതിൻ്റെ അളവ്. അപ്പോൾ 3 കപ്പ് എടുത്തേക്കുന്നത്. 3 കപ്പ് ഉണ്ട്. ഇത് തീരെ വെള്ളമല്ലേ. അപ്പോൾ 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇതിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അതൊന്ന് കുറുകി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണിത്. കംപ്ലീറ്റ് നല്ലോണം ഇളക്കുക. ഇതിങ്ങനെ കട്ടിയായി കിടക്കും, പക്ഷേ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിലിങ്ങനെ ഊറി നിൽക്കും. സ്വല്പം വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ അത് ചേർത്തുക. എന്നിട്ടും നല്ലോണം ഇളക്കുക. ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലിട്ടിട്ട് ഇതൊന്ന് കുറുക്കുകയാണ്. ഒരു 5-10 മിനിറ്റിനുള്ളിലായിട്ട് ഇതിങ്ങനെ കുറുകി വരും. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് പോകും. ഇതേപോലെ ഇങ്ങനെ കുമിള വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നല്ലോണം അങ്ങോട്ട് ഇളക്കുക, ശരിക്കും ഇതേപോലെ. അപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുത്തിട്ട് ഉറച്ച് വന്ന സാധനമാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ സ്വല്പം എടുത്തിട്ടുള്ളൂ. ഒരൊറ്റ കുണാഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ച് പഞ്ചസാരയും ഇതേപോലെ മിക്സിയിൽ അടിച്ചെടുക്കുക. ഇത് ഇതേപോലത്തെ വെർമിസെല്ലി ഏറ്റവും നൈസായിട്ടുള്ള ഒരു സേമിയുണ്ട്. അതിന് പാകിസ്ഥാൻ സേമിയാണെന്ന് പൊതുവെ പറയാറുള്ളത്. അത് പാകിസ്ഥാനിലാണ് ഇത് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഗൾഫിലൊക്കെ ഇത് പാകിസ്ഥാൻ സേമിയാണെന്നത് അറിയപ്പെടുക. അപ്പോൾ ഇതേപോലെ നല്ലോണം ഇത് കട്ട് ചെയ്യുക. ഇതിൽ ഏകദേശം ഒരു 250 ഗ്രാമിൻ്റെ ഇതാണ്. നല്ല കൈ കൊണ്ടൊക്കെ ഒന്ന് ഉറച്ച് റെഡിയാക്കി വയ്ക്കുക. അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ബട്ടർ ആയാലും മതി. ഒന്നും കൊണ്ട് നനഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ടേബിൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒഴിച്ചാൽ മതി. ഒരു നനവ് കിട്ടാൻ വേണ്ടി മാത്രമാണിത്. അധികമായി പോകരുത്. ഇത് നമ്മൾ ആവിയിലാണ് വേവിക്കുന്നത്. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇതില്ലേ, ഒരു വട്ടത്തിലുള്ള ആ ഒരു ഡയമീറ്ററിൽ ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ ഇതിൽ ഞാൻ നെയ്യ് വരട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ 2 വേണം, കാരണം ഇത് സയാമീസാണ്, ഒട്ടിയിട്ടാണ് നിൽക്കുക ഈ കുണാഫ എന്ന് പറഞ്ഞ സാധനം. ഇത് ഒന്നിൻ്റെ മുകളിലേക്ക് വെച്ച് അധികം കട്ടി വേണ്ട, ഒരു ലെയർ ഇങ്ങനെ അധികം തിക്കില്ലാത്ത മോഡൽ വെക്കുക. അതേപോലെ ഇതിൻ്റെ മുകളിലും വെക്കുക. അതായത് ഗ്യാപ്പ് കാണാത്ത മോഡലായിരിക്കണം എന്നതിൻ്റെ അർത്ഥം. ഇത് തന്നെ ഒരു പഴയ ഒരു കുക്കറുണ്ട് നമ്മുടെ അടുത്ത്, പഴയ അലൂമിനിയത്തിൻ്റെ കുക്കർ. അതൊക്കെ ഇങ്ങനത്തെ പരിപാടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. ആവിയിൽ അടുപ്പ് കത്തിച്ചിട്ട് ആ ഒരു പഴയ കുക്കർ വെക്കാൻ പോവുകയാണ്. ഇതിൽ വെച്ച് ഒരു അലൂമിനിയത്തിൻ്റെ ഒരു പഴയ പാത്രം ഉണ്ട്, അതുപോലെ കമഴ്ത്തി വെക്കുക. ഇതിൻ്റെ നൂൽപുട്ടിൻ്റെ ഫേവറേറ്റ് ഉണ്ടാക്കുന്നൊരു പാത്രമാണ്. ഇതിലാണ് ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കാറുള്ളത്. ഈ ആ ഒരു സമയത്ത് നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കണം. കുറച്ച് വെള്ളത്തിൽ പഞ്ചസാര വെച്ച് ഒരു സ്വല്പം റോസ് എസൻസ് ഓയിൽ ഒഴിക്കുക. പിന്നെ അതിൽ സ്വല്പം നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ റെഡി ആയിട്ടുണ്ട് അത്. അപ്പോൾ നമ്മളെ ഇതും റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കുണാഫ് ഉണ്ടാക്കാൻ പോവാണ്. ഇതേപോലെ ഒരു അടപ്പിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് എന്നിട്ട് കമഴ്ത്തിയിടുക. ഇനി ഇതിൻ്റെ സെൻട്രലാണ് നമ്മളുടെ ഇളനീർ ക്രീം വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഇതാക്കുക. ലൂസായിപ്പോൾ അധികം ലൂസില്ലാവരുതേ, ഇതിങ്ങനെ വയ്ക്കുക. ഐറ്റം എൻഡിലേക്ക് വരുന്നില്ല, സെൻറ്ററിൽ അങ്ങനെ നിന്നാൽ മതി. ഇതേപോലെ ആക്കി വെക്കുക. ഇനി അത് മറ്റേതിൻ്റെ മുകളിൽ കമഴ്ത്തി വെക്കുക. ഇനി ചൂടാക്കൊന്നും വേണ്ട, അപ്പോൾ റെഡി ആക്കുന്നത്. ഇനി സൈഡിൽ കൂടി കുറച്ച് പഞ്ചസാര ലായനി ഒഴിക്കുക. അടിയിലും ഏറ്റവും ടോപ്പിലും ഇതേപോലെ അങ്ങോട്ട് താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അടിയത്തെ ലെയറിൽ പോയി കുടിക്കും. ഇത് ഇതേപോലെ മുകളിലും പിടിക്കും. ഇപ്പോൾ സംഭവം സൂപ്പറാണ്.
നമുക്ക് വീട്ടിലുള്ള സാധനം കൊണ്ട് കുനാഫ ഉണ്ടാക്കുക. ക്രീമും കാര്യങ്ങളൊന്നും പുറത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ കട്ട് ചെയ്യുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മളെ ചാനലിലുണ്ട്. അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഒരുപാട് യാത്രകളുണ്ട്, അതും കാണണം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.